Guys, welcome to Study Point. നമ്മുടെ ലൈൻസിന്റെ പ്രൊജക്ഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻസിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യണേ. ഇതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് കവർ ചെയ്യുക. ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി മീൻസ് ഒബ്ലീക് ലൈനിന്റെ പോർഷൻ ആണ് വരിക. സോ ഇതിൽ നമുക്ക് ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പിയുടെ കേസിൽ നമുക്ക് രണ്ട് മെത്തേഡുകളാണ് ഉള്ളത്. ഫസ്റ്റ് മെത്തേഡ് പാരലൽ ലൈൻ മെത്തേഡും സെക്കൻഡ് വൺ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡും. അതിൽ നമ്മൾ പാരലൽ ലൈൻ മെത്തേഡ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. Parallel line method. So already നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ലൈൻ ഇൻക്ലൈൻ ടു വൺ പ്ലെയിൻ ആയിരുന്നു. ആ കേസിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഒരു വ്യൂ ഇൻക്ലൈൻഡും ട്രൂ ലെങ്ത്തും ആയിരിക്കും, അനദർ വ്യൂ എന്തായിരിക്കും റെഡ്യൂസ് ലെങ്ത്തും പാരലലും ആയിരിക്കും. ബട്ട് ഈ കേസിൽ നമുക്ക് ലൈൻ എച്ച് പിക്കും വി പിക്കും ഇൻക്ലൈൻഡ് ആയിരിക്കും. സോ നമുക്ക് ട്രൂ ലെങ്ത് എന്ന് പറയുന്ന ഒരു ലെങ്ത് ആക്ച്വൽ പ്രൊജക്ഷനിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. സോ ഈ ഒരു കേസിൽ പാരലൽ ലൈൻ മെത്തേഡിൽ നമ്മൾ രണ്ട് അസംഷൻസ് യൂസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. സോ നമുക്കൊരു പ്രോബ്ലത്തിലൂടെ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ഞാൻ പ്രോബ്ലം പറയാണ്. എ ലൈൻ AB 90 mm long is inclined 30 degree to HP. HP ക്ക് 30 degree inclined ആണ് and 45 degree to VP. 45 degree inclined to VP. End A is 20 mm above HP and 15 mm in front of VP. Okay. Draw its projection. So you know the question only പറയാം. Means ഒരു ലൈൻ AB എന്ന് പറയുന്ന ലൈനിന്റെ ലെങ്ത് 90 ആണ്, ട്രൂ ലെങ്ത്. ഇറ്റ്സ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു HP. HP ക്ക് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്, VP ക്ക് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. ദെൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള പോയിന്റും അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. എൻഡ് A 20 mm above HP and 15 mm in front of VP. ഓക്കെ, സോ ഈ കേസിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് രണ്ട് ഇൻക്ലിനേഷൻ ഉണ്ട്. അതുപോലെ സാധാരണ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം നമ്മൾ റെഫറൻസ് ആക്സിസ് വരയ്ക്കുക. സോ ഫസ്റ്റ് റെഫറൻസ് ആക്സിസ് പ്ലോട്ട് ചെയ്തു, XY ലൈൻ. ഓക്കെ, then next നമുക്ക് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. A is 20 mm above HP and 15 mm in front of VP. സോ ആ പോയിന്റ് പ്ലോട്ട് ചെയ്യുക. 20 mm above HP, 20 mm above XY ലൈൻ മാർക്ക് ചെയ്തു. HP ഡിസ്റ്റൻസ് ആയതുകൊണ്ട് A dash കംപ്ലീറ്റ് ചെയ്യുക. Then 15 mm in front of VP, 15 mm in front of VP below XY line, 15 mm and A top view A മാർക്ക് ചെയ്തു. ഫസ്റ്റ് പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കുക. രണ്ട് ഇൻക്ലിനേഷനും ട്രൂ ലെങ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ ഇൻക്ലൈൻഡ് HP നമ്മൾ ഡിനോട്ട് ചെയ്യുക theta equal to 30 degree and inclined to VP phi equal to 45 degree. Then true length equal to 90 mm. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഓക്കെ, സോ പാരലൽ ലൈൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് അസംഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ ആദ്യത്തെ കേസിൽ ഞാൻ ആദ്യം അസംഷൻ ചെയ്യാണ് തീറ്റ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ കൺസിഡർ ചെയ്തു. അതായത് ലൈൻ ഇൻക്ലൈൻ ടു HP ആൻഡ് പാരലൽ ടു VP ആണെന്ന് കൺസിഡർ ചെയ്തു. ലൈൻ ഇൻക്ലൈൻ 30 ഡിഗ്രി ടു HP ആൻഡ് പാരലൽ ടു VP എന്ന് കൺസിഡർ ചെയ്തു. സോ ഈ കേസ് നമുക്ക് വരയ്ക്കാൻ അറിയാം. ലൈൻ ഇൻക്ലൈൻ 30 ഡിഗ്രി ടു HP. സോ HP ഡിസ്റ്റൻസ് A ഡാഷ് ചെയ്യുന്ന 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ലൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 30 ഡിഗ്രി. Then inclined to HP parallel to VP ആയതുകൊണ്ട് എന്തായിരിക്കും ട്രൂ ലെങ്ത് ആയിരിക്കും. സോ ഞാൻ ഇതിന്റെ B dash 90 mm B dash കംപ്ലീറ്റ് ചെയ്തു. Then next ഇതിനെ പ്രൊജക്ട് ചെയ്തു, പാരലൽ ആക്കിയിട്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ആദ്യത്തെ അസംഷനിലെ ലൈൻ ഇൻക്ലൈൻ 30 ഡിഗ്രി ടു HP ആൻഡ് പാരലൽ ടു VP യുടെ കേസിലെ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഞാൻ രണ്ടാമത്തെ അസംഷൻ വെച്ചു. സോ ഇത് നമ്മൾ ഫസ്റ്റ് അസംഷൻ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ B1 ഡാഷും B1 എന്ന് മാർക്ക് ചെയ്തു. ഫസ്റ്റ് അസംഷൻ ആയതുകൊണ്ട് ജസ്റ്റ് സഫിക്സ് 1 ഞാൻ ഇട്ട് കൊടുത്തു. ദെൻ രണ്ടാമത് ഞാൻ അസ്യൂം ചെയ്തു ലൈൻ ഇൻക്ലൈൻ ടു VP ക്ക് മാത്രമാണ് ഇൻക്ലിനേഷൻ എന്ന് കൺസിഡർ ചെയ്തു. ലൈൻ ഇൻക്ലൈൻ ടു VP ആൻഡ് പാരലൽ ടു HP. സോ VP ക്ക് ഇൻക്ലിനേഷൻ ആയതുകൊണ്ട് നമുക്കറിയാം എവിടെയായിരിക്കും വരിക, A എന്നായിരിക്കും ലൈൻ സ്റ്റാർട്ട് ചെയ്യുക. സോ ഇൻക്ലൈൻഡ് ലൈൻ 45 ഡിഗ്രി ആണ് ഇൻക്ലിനേഷൻ. സോ 45 ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഈ ആംഗിൾ 45 ഡിഗ്രി. ലെങ്ത് ട്രൂ ലെങ്ത് ആയിരിക്കും, കാരണം പാരലൽ ടു HP ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ B മാർക്ക് ചെയ്തു. ദെൻ പ്രൊജക്ട് ചെയ്തു. A ഡാഷിൽ നിന്ന് പാരലൽ ആക്കി
ബി ഡാഷ് മാർക്ക് ചെയ്തു. ഓക്കെ, സോ ഇതിന്റെ സെക്കൻഡ് അസംഷൻ ആയതുകൊണ്ട് ഞാൻ ഇതിന് ബി ടു ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, രണ്ട് അസംഷൻസും ഇപ്പൊ നമ്മൾ വരച്ചു കഴിഞ്ഞു. രണ്ട് കേസസ് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ വരച്ചത്. ആദ്യത്തെ കേസ് ഇൻക്ലൈൻ ടു എച്ച് പി മാത്രം കൺസിഡർ ചെയ്തു. രണ്ടാമത്തെ കേസ് ഇൻക്ലൈൻ ടു വി പി മാത്രം കൺസിഡർ ചെയ്തു. ഓക്കെ, ആദ്യത്തെ കേസിൽ ഇൻക്ലൈൻ ടു എച്ച് പി കൺസിഡർ ചെയ്തപ്പോൾ നമ്മൾ ഇത് പ്ലോട്ട് ചെയ്തു. ഇൻക്ലൈൻ ടു വി പി കൺസിഡർ ചെയ്തപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇത് നോക്കുക, നിങ്ങൾക്ക് ട്രൂ ലെങ്ത് അവസാനിക്കുന്ന രണ്ട് പോയിന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, B1 ഡാഷും B2, ഇതാണ് നമ്മുടെ ട്രൂ ലെങ്ത് അവസാനിക്കുന്ന രണ്ട് പോയിന്റ്സ്. സോ ഈ രണ്ട് പോയിന്റിൽ കൂടെ ചെയിൻ തിൻ ലൈൻ പ്ലോട്ട് ചെയ്യാം. XY ലൈനിന് പാരലൽ ആയിട്ട് ചെയിൻ തിൻ ലൈൻസ് പ്ലോട്ട് ചെയ്യാം. ഈ രണ്ട് ലൈൻസിനെ പറയുന്നതാണ് ലോക്കസ് ലൈൻസ്. ഒരെണ്ണം എച്ച് പിയുടെ ലോക്കസ് ലൈൻ ആയിരിക്കും, ഒരെണ്ണം വി പിയുടെ ലോക്കസ് ലൈൻ ആയിരിക്കും. അതായത് ടോപ്പ് വ്യൂ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് വി പിയുടെ ലോക്കസ് ലൈൻ വരിക. ഫ്രണ്ട് വ്യൂ വരുന്ന ലൈൻ ഏതായിരിക്കും? എച്ച് പിയുടെ ലോക്കസ് ലൈൻ ആയിരിക്കും. മീൻസ് ഈ ലോക്കസ് ലൈനിലായിരിക്കും നമ്മുടെ ആക്ച്വൽ പോയിന്റ് വരിക നമുക്ക്. ഓക്കെ, സോ രണ്ട് ലോക്കസ് ലൈൻസ് വരച്ചു. ഈ ലോക്കസ് ലൈൻസിന്റെ നെയിം ചെയ്യാം. സോ ലോക്കസ് ലൈൻ ഫ്രണ്ട് വ്യൂലെ ലോക്കസ് ലൈനിന് നമ്മുടെ എച്ച് പി ഡിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ അതിന് എച്ച് ഡാഷ് ഫ്രണ്ട് വ്യൂ വരുന്നതുകൊണ്ട് അതിന് ഡാഷ് വെച്ച് റെപ്രസെന്റ് ചെയ്തു. ടോപ്പ് വ്യൂലെ ലോക്കസ് ലൈനിന് ഞാൻ വി പി ഡിസ്റ്റൻസ് ആയതുകൊണ്ട് വി എന്ന് ഡിനോട്ട് ചെയ്തു. ടോപ്പ് വ്യൂ ആയതുകൊണ്ട് വി എന്ന് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, സോ നമ്മുടെ ലോക്കസ് ലൈൻ കംപ്ലീറ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിഗർ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് രണ്ട് റെഡ്യൂസ് ലെങ്ത്തുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരെണ്ണം നിങ്ങൾ എച്ച് പിക്ക് മാത്രം ഇൻക്ലിനേഷൻ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു റെഡ്യൂസ് ലെങ്ത്തും, ഒരെണ്ണം വി പിക്ക് മാത്രം കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു റെഡ്യൂസ് ലെങ്ത്തും. അങ്ങനെ രണ്ട് റെഡ്യൂസ് ലെങ്ത്തും രണ്ട് ട്രൂ ലെങ്ത്തും ഉണ്ടായിരിക്കും. രണ്ട് ട്രൂ ലെങ്ത്തിൽ കൂടെ നിങ്ങൾ ലോക്കസ് ലൈൻ വരച്ചു. ഇനി റെഡ്യൂസ് ലെങ്ത് കൺസിഡർ ചെയ്യുക. ഓക്കെ, അതിൽ എ എന്ന് പറയുന്നത് എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റും എ എന്ന് പറയുന്ന പോയിന്റും അവർ പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സോ എ ഡാഷിൽ നിങ്ങളുടെ കോമ്പസ് പ്ലേസ് ചെയ്യുക. എ ഡാഷ് ടു B2 ഡാഷ്, അതായത് റെഡ്യൂസ് ലെങ്ത് എടുക്കുക, റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ലെങ്തിനെ നിങ്ങളുടെ ലോക്കസ് ലൈനിൽ കട്ട് ചെയ്യുക. ആ കട്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ആക്ച്വൽ ബി ഡാഷ്. ഓക്കെ, നിങ്ങളുടെ ബി ഡാഷിന്റെ പോയിന്റ് ലോക്കസ് ലൈനിൽ ഈ ഒരു ലെങ്ത് വന്ന് കട്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും. അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും? EL ആയിരിക്കും. മീൻസ് എലിവേഷൻ ലെങ്ത് ആയിരിക്കും, ഫ്രണ്ട് വ്യൂന്റെ ലെങ്ത് ആയിരിക്കും. അതുപോലെ തന്നെ എയിൽ നിങ്ങളുടെ കോമ്പസ് യൂസ് ചെയ്യുക. A to B1 ഡിസ്റ്റൻസ് എടുക്കുക, റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ആ റൊട്ടേറ്റ് ചെയ്ത പോയിന്റ് നിങ്ങളുടെ ലോക്കസ് ലൈനിൽ വന്ന് കട്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും B, അതായത് നിങ്ങളുടെ ടോപ്പ് വ്യൂ. ദെൻ അത് ജോയിൻ ചെയ്യുക. സോ ഇതായിരിക്കും നിങ്ങളുടെ PL, മീൻസ് പ്ലാൻ ലെങ്ത്. ദെൻ നെക്സ്റ്റ് നമ്മുടെ വരച്ചതെല്ലാം കറക്റ്റ് ആണെങ്കിൽ ഈ B ഡാഷും ബിയും ഒരു സെയിം ലൈനിലായിരിക്കും. ഓക്കെ, ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻ ആയി. സോ ഈ ഒരു ലൈൻ വരച്ച് കംപ്ലീറ്റ് ചെയ്തത് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമ്മൾ വരച്ച പ്രൊസീജിയർ എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒബ്ലീക്ക് ലൈൻ പാരലൽ ലൈൻ മെത്തേഡിൽ കംപ്ലീറ്റ് ചെയ്യുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് നോക്കുക, ആദ്യം നമ്മൾ ഇൻക്ലൈൻ ടു വൺ കേസ് കൺസിഡർ ചെയ്യുക. ഇതിൽ ഏത് കേസ് വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് കേസ് ആയിട്ട് ചൂസ് ചെയ്യാം. അതിനനുസരിച്ച് നെയിമിംഗ് കൊടുക്കുക. ഓക്കെ, സോ ഇതിൽ ഞാൻ ഇൻക്ലൈൻ ടു എച്ച് പി ആയിട്ട് ഫസ്റ്റ് കേസ് ആയിട്ട് കൺസിഡർ ചെയ്ത്, സോ ഇൻക്ലൈൻ ടു എച്ച് പി ഫസ്റ്റ് കേസ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഞാൻ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ചെയ്തു. ഇൻക്ലൈൻ ടു വി പി സെക്കൻഡ് കേസ് ആയിട്ട് എടുത്തിട്ട് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ചെയ്തു. ദെൻ ട്രൂ ലെങ്ത്തിന്റെ പോയിന്റിൽ കൂടെ രണ്ട് ലോക്കസ് ലൈൻസ് പ്ലോട്ട് ചെയ്യുക. എച്ച് പി ഡിസ്റ്റൻസ് ആണെങ്കിൽ അതിന് എച്ച് ഡാഷ് നെയിം ചെയ്യുക. വി പി ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഞാൻ വി എന്ന് നെയിം ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങളുടെ റെഡ്യൂസ് ലെങ്തിനെ ലോക്കസ് ലൈനിലേക്ക് കൊണ്ടുവരിക. ഫ്രണ്ട് വ്യൂ റെഡ്യൂസ് ലെങ്ത് ആയിട്ടുള്ളതിന് എച്ച് ഡാഷിലേക്കും, ടോപ്പ് വ്യൂ റെഡ്യൂസ്ഡ് ആയിട്ടുള്ളതിനെ എന്ത് ചെയ്യുക? വിയിലേക്കും കൊണ്ടുവരിക. ഒറിജിനൽ പോയിന്റ് മാർക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, സോ നമുക്കറിയാം ഇപ്പൊ ഞാൻ ഇതിൽ 90 mm മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം അവസാനം മാർക്ക് ചെയ്യാനായിരുന്നു അത്രയും. ഇപ്പൊ തന്നെ അതായത് പെട്ടെന്ന് നമ്മൾ മാർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ലൈൻസ് വരും. സോ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് തോന്നും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഡയമെൻഷൻ ചെയ്യുന്നത്. ഡയമെൻഷൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്റ്റൻഷൻ ലൈൻ വരച്ചിട്ട് രണ്ട് എക്സ്റ്റൻഷൻ ലൈൻ വരച്ച് ഡയമെൻഷൻ ലൈൻ മാർക്ക് ചെയ്ത് TL = 90 മാർക്ക് ചെയ്യാം. അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആർക്ക് പ്ലോട്ട് ചെയ്യാം. ഈ ഒരു ലെങ്ത് എടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. ലീഡർ ലൈൻ കംപ്ലീറ്റ് ചെയ്യുക, ഏരോ മാർക്ക് ഇടുക, R90 എന്ന് മാർക്ക് ചെയ്യുക. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഡയമെൻഷൻസ് മാർക്ക് ചെയ്യാം. സോ ഏതാണ് നമുക്ക് കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത്? നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ ലൈൻ വരച്ചിട്ടാണ് മാർക്ക് ചെയ്യാനായിട്ടാണ് എളുപ്പം തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുക. അല്ലാന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ആർക്ക് പ്ലോട്ട് ചെയ്തിട്ട് റേഡിയസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടായാലും നമുക്ക് ഡയമെൻഷൻ ചെയ്യാം.
ഓക്കെ. സോ ഇനി ഇതാണ് നമ്മുടെ ബേസ് ഫിഗർ. സോ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 6 ലൈൻസ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, 6 ലൈൻസ് തിക്കായിരിക്കും. അതായത് നമ്മുടെ ഫസ്റ്റ് അസംഷനിലെ 2 വ്യൂസും സെക്കൻഡ് അസംഷനിലെ 2 വ്യൂസും പിന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കിട്ടുന്ന ഒറിജിനൽ വ്യൂ, ഇങ്ങനെ 6 ലൈൻസ്. അതായത് ഇതില് എ ഡാഷ് ബി വൺ ഡാഷ് എ ബി ടു എ ഡാഷ് ബി ഡാഷ് എ ബി എ ഡാഷ് ബി ടു ആൻഡ് എ ബി വൺ. ഓക്കെ, ആദ്യത്തെ അസംഷനിലെ ഈ ലൈനും ഈ ഒരു ലൈനും, രണ്ടാമത്തെ അസംഷനിലെ ഈ ഒരു ലൈനും, ദെൻ ഇവിടെ പാരലാക്കി ഈ ലൈനും, ദെൻ മൂന്നാമത് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച ലൈൻസ്. ഇങ്ങനെ 6 ലൈൻസ് എന്തായിരിക്കും? തിക്ക് ലൈൻസ് ആയിരിക്കും. ഓക്കെ, സോ ഇതില് നിങ്ങൾക്ക് ട്രൂ ലെങ്ത്തിൽ കൂടെ ഒരു ലോക്കസ് ലൈൻ പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, 2 ട്രൂ ലെങ്ത്തുകളാണ് നമുക്ക് ഉണ്ടായിരിക്കും, 2 അസംഷൻ ആയതുകൊണ്ട് ആ 2 ട്രൂ ലെങ്ത്തിന്റെ മെന്റിൽ കൂടെ നിങ്ങൾ 2 ലോക്കസ് ലൈൻസ് വരയ്ക്കുന്നുണ്ടായിരിക്കും. ദെൻ 2 റെഡ്യൂസ് ലെങ്ത്തുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, 2 ട്രൂ ലെങ്ത്തുകൾ ഉണ്ടായിരിക്കും, 2 റെഡ്യൂസ് ലെങ്ത്തുകൾ ഉണ്ടായിരിക്കും, പിന്നെ റൊട്ടേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള ഒറിജിനൽ ലെങ്ത് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ലോക്കസ് ലൈൻ വരയ്ക്കേണ്ടത് ട്രൂ ലെങ്ത്തിന്റെ എൻഡ് പോയിന്റിൽ കൂടെ ആയിരിക്കണം. റെഡ്യൂസ് ലെങ്ത് ആയിരിക്കണം ലോക്കസ് ലൈനിലേക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. റൊട്ടേറ്റ് ചെയ്യുക ഫ്രണ്ട് വ്യൂവിന്റെ ലോക്കസ് ലൈനിലേക്കും ടോപ്പ് വ്യൂവിന്റെ ലോക്കസ് ലൈനിലേക്കും റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഡാറ്റാസ് മാറ്റി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ലൈൻ PQ 70 mm long has end P is 20 mm above HP and 15 mm in front of VP. End Q is 50 mm above HP and 55 mm in front of VP. Okay, so ഇത് നോക്കുക. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് 2 ആംഗിൾസ് ആയിരുന്നു തന്നിരുന്നത്. ഓക്കെ, 2 ആംഗിളും ട്രൂ ലെങ്ത് തന്നിരുന്നു. ബട്ട് ഈ ക്വസ്റ്റ്യൻ നമ്മൾ തന്നിരിക്കുന്നത് ട്രൂ ലെങ്ത് നമുക്ക് 70 mm ആണെന്ന് അറിയാം. പകരം നിങ്ങൾക്ക് 2 പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ പോയിന്റ് P 20 mm above HP ആണ്, Q 50 mm above HP ആണ്. Then P 15 mm in front of VP and 55 mm in front of VP ആണ് Q. ഓക്കെ, അതായത് ഇൻക്ലൈൻ ടു ബോത്ത് HP ആൻഡ് VP എന്നാണ് പറഞ്ഞത്. 2 ഡിസ്റ്റൻസുകളും സെയിം അല്ല വന്നിരിക്കുന്നത്. സോ ഇൻക്ലൈൻ ടു HP ആൻഡ് VP ആയിരിക്കും, ബട്ട് ഇൻക്ലിനേഷൻ നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, സോ ഈ പ്രോബ്ലത്തില് ആദ്യം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ റെഫറൻസ് ആക്സിസ് പ്ലോട്ട് ചെയ്തു, XY ലൈൻ മാർക്ക് ചെയ്തു. ദെൻ എൻഡ് P ആദ്യം തന്നെ വരയ്ക്കുക. എൻഡ് P 20 mm above HP, 20 mm above XY line, P dash. Then 15 mm in front of VP, 15 mm in front of VP, P. ആദ്യത്തെ പോയിന്റിന്റെ പ്രൊജക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് 2 അസംഷൻസ് ആണ് യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ചെയ്യണം. ബട്ട് അസംഷൻ യൂസ് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് അറിയാം എന്തില്ല, ഇൻക്ലിനേഷൻ തന്നിട്ടില്ല. ഓക്കെ, സോ നമ്മൾ അടുത്ത ഡാറ്റ എടുത്തു. എന്തായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് Q is 50 mm above HP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ 55 mm in front of VP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കറിയാം നമ്മുടെ എയിം എന്തായിരുന്നു, നമുക്ക് 2 ലോക്കസ് ലൈൻസും 2 റെഡ്യൂസ്ഡ് ലെങ്ത്തുകളും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ലോക്കസ് ലൈൻ വരയ്ക്കാനുള്ള ഡിസ്റ്റൻസുകളാണ് അവരിവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, Q 50 mm above HP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 55 mm in front of VP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ XY ലൈനിൽ നിന്ന് 50 mm above HP എന്ന് വെച്ച് കഴിഞ്ഞാൽ above XY ലൈനിൽ ലോക്കസ് ലൈൻ കംപ്ലീറ്റ് ചെയ്തു. ഡിസ്റ്റൻസ് 50 mm above HP ൽ ലോക്കസ് ലൈൻ കംപ്ലീറ്റ് ചെയ്തു. HP ഡിസ്റ്റൻസ് ആയതുകൊണ്ട് എന്ത് കൊടുക്കാം, നമുക്ക് അതിന് H dash നെയിം ചെയ്യാം. ഫ്രണ്ട് വ്യൂ നമ്മുടെ ഈ ഒരു ലോക്കസ് ലൈനിലായിരിക്കും വരിക. Then 55 mm in front of VP എന്ന് വെച്ചാൽ in front of VP അടിയിലായിരിക്കും വരിക. സോ ഞാൻ ഇവിടെ 55 mm in front of VP അടിയിലേക്ക് പ്ലോട്ട് ചെയ്തു. ഞാൻ VV ലോക്കസ് ലൈൻ ഞാൻ VV എന്ന് നെയിം ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് അറിയാവുന്ന കാര്യം ട്രൂ ലെങ്ത് എത്രയാണെന്ന് അറിയാം. ഓക്കെ, സോ ട്രൂ ലെങ്ത് നമുക്കറിയാം. ട്രൂ ലെങ്ത്തിന്റെ എൻഡ് പോയിന്റിൽ കൂടെയാണ് നമ്മൾ എന്ത് വരയ്ക്കാറ്, ലോക്കസ് ലൈൻ വരയ്ക്കാറ് അല്ലെ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. ട്രൂ ലെങ്ത് കണ്ടുപിടിച്ച് അതിന്റെ പോയിന്റിൽ കൂടെയാണ് നമ്മൾ ലോക്കസ് ലൈൻ വരച്ചിരുന്നത്. സോ ആദ്യത്തെ അസംഷൻ ഞാൻ യൂസ് ചെയ്തു, ഇൻക്ലൈൻ ടു HP ആൻഡ് പാരലൽ ടു VP കൺസിഡർ ചെയ്തു. സോ ഇൻക്ലൈൻ ടു HP വരുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും, P ഡാഷിൽ നിന്നാണ് ട്രൂ ലെങ്ത് വരുന്നത്. സോ P ഡാഷിൽ നിന്ന് ഞാൻ ആദ്യത്തെ ട്രൂ ലെങ്ത് ഈ ഒരു ലോക്കസ് ലൈനിൽ കട്ട് ചെയ്തു. ട്രൂ ലെങ്ത് 70 കട്ട് ചെയ്തു. Then ഇവിടെ ഞാൻ നെയിം മാർക്ക് ചെയ്തു Q dash. Then
അടിയിലേക്ക് പ്രൊജക്ട് ചെയ്തു, പാരലൽ ആക്കി ക്യൂ മാർക്ക് ചെയ്തു. ഇതെന്റെ ഫസ്റ്റ് അസംഷൻ ആയതുകൊണ്ട് ഞാൻ ഇതിന് Q1 ഡാഷ് ആൻഡ് Q1 എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, സോ ആദ്യത്തെ അസംഷൻ കഴിഞ്ഞു. അസംഷൻ ഇൻക്ലൈൻഡ് ടു HP നമ്മൾ കൺസിഡർ ചെയ്തു. HP കൺസിഡർ ചെയ്ത് നമുക്കറിയാം ഫ്രണ്ട് വ്യൂ ആണ് ഇൻക്ലൈൻഡ് ആയിട്ട് വരിക, ട്രൂ ലെങ്ത് വരിക. സോ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ ട്രൂ ലെങ്ത് കട്ട് ചെയ്തു, Q1 ഡാഷും Q1 മാർക്ക് ചെയ്തു, നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ. ദെൻ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഇൻക്ലൈൻഡ് ടു VP കൺസിഡർ ചെയ്യാണ്, രണ്ടാമത്തെ അസംഷൻ. സോ ഇൻക്ലൈൻഡ് ടു VP കൺസിഡർ നമുക്കറിയാം P എന്നാണ് ട്രൂ ലെങ്ത് വരിക. P എന്ന ട്രൂ ലെങ്ത് ഞാൻ കട്ട് ചെയ്തു, 70 mm കട്ട് ചെയ്തു, Q പ്രൊജക്ട് ചെയ്തു, പാരലൽ ആക്കി Q ഡാഷ്. ഓക്കെ, സെക്കൻഡ് അസംഷൻ ആയതുകൊണ്ട് ഞാൻ ഇതിന് എന്ത് കൊടുത്തു, Q2 ആൻഡ് Q2 ഡാഷ് മാർക്ക് ചെയ്തു. ഇപ്പൊ നോക്കാം, നിങ്ങൾക്ക് രണ്ട് പാരലൽ ലൈൻസ് ആയി, രണ്ട് ലോക്കസ് ലൈൻ ആയി. നെക്സ്റ്റ് എന്ത് ചെയ്യുക, P ഡാഷ് Q ഡാഷ് ഡിസ്റ്റൻസ് എടുക്കുക, റൊട്ടേറ്റ് ചെയ്യുക. സോ ഇതെന്തായിരിക്കും, Q ഡാഷ് ജോയിൻ ചെയ്യുക, EL മാർക്ക് ചെയ്യുക. ദെൻ P to Q1 ഡിസ്റ്റൻസ് എടുക്കുക, റൊട്ടേറ്റ് ചെയ്യുക, ജോയിൻ ചെയ്യുക. ദെൻ Q ഒറിജിനൽ Q മാർക്ക് ചെയ്യുക, PL എൻഡ് പ്രൊജക്ഷൻ വരയ്ക്കുക, കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ എയിം എന്ന് പറയുന്നത് എന്തായിരിക്കണം, രണ്ട് റെഡ്യൂസ് ലെങ്ത് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ രണ്ട് ലോക്കസ് ലൈൻസ് കണ്ടുപിടിക്കണം. അതിനുള്ള ഡാറ്റാസ് അവർ എന്തായിരിക്കും ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. പ്രീവിയസ് പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് രണ്ട് ആംഗിൾ ആണ് പറഞ്ഞത്, ആ ആംഗിളും ട്രൂ ലെങ്ത് യൂസ് ചെയ്തിട്ടായിരുന്നു നിങ്ങൾ ലോക്കസ് ലൈനും റെഡ്യൂസ് ലെങ്ത് കണ്ടുപിടിച്ചത്. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ട്രൂ ലെങ്ത്തും രണ്ട് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസുകളാണ് തന്നത്. സോ അത് യൂസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ലോക്കസ് ലൈൻ വരച്ച് അസംഷൻ യൂസ് ചെയ്ത് ഡിസ്റ്റൻസുകൾ കണ്ടുപിടിച്ചു, റൊട്ടേറ്റ് ചെയ്ത് ഒറിജിനൽ വ്യൂസ് ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ലൈൻ AB 75 mm long. Line AB 75 mm long. One end A is 10 mm above HP and 20 mm in front of VP. Its front view measures 50 mm and top view measures 60 mm. Okay, draw its projection. So നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുക. ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട് 75 തന്നിട്ടുണ്ട്, ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്, പ്ലസ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് തന്നിട്ടുണ്ട്, ടോപ്പ് വ്യൂയുടെ ലെങ്ത് തന്നിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ 50 mm, ടോപ്പ് വ്യൂ 60 mm. സോ തന്നിട്ടുള്ള ഡാറ്റാസ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ട്രൂ ലെങ്ത് എത്രയാണ് തന്നിട്ടുണ്ട്, എത്രയാണ് 75 എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ടോപ്പ് ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഫ്രണ്ട് വ്യൂ എലിവേഷൻ ലെങ്ത് എത്രയാണ് 50. ദെൻ ടോപ്പ് വ്യൂയുടെ ലെങ്ത് PL ഈക്വൽ ടു 60. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യത്തെ കേസിൽ നോക്കുക, ആദ്യത്തെ കേസിൽ നമുക്ക് രണ്ട് ഇൻക്ലിനേഷൻ ആണ് തന്നത്, രണ്ടാമത്തെ കേസിൽ നമുക്ക് രണ്ട് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസുകളായിരുന്നു തന്നത്, മൂന്നാമത്തെ കേസിൽ നമുക്ക് രണ്ട് റെഡ്യൂസ് ലെങ്ത്തുകളാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഈ കേസ് നമുക്ക് റെഡ്യൂസ് ലെങ്ത്തുകളാണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ നോക്കുക, നമ്മൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് റെഫറൻസ് ആക്സിസ് വരച്ചു, XY ലൈൻ പ്ലോട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് ആദ്യത്തെ പോയിന്റ് end A is 10 mm above HP. end A is 10 mm above HP A dash and 20 mm in front of VP. 20 mm in front of VP A. Aയും A dash നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് എനിക്ക് അറിയാവുന്ന കാര്യം, ട്രൂ ലെങ്ത് അറിയാം ബട്ട് ഇൻക്ലിനേഷൻ അറിയില്ല, അപ്പൊ എനിക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. പകരം രണ്ട് റെഡ്യൂസ് ലെങ്ത്തുകൾ അറിയാം. സോ റെഡ്യൂസ് ലെങ്ത് നമുക്കറിയാം, റെഡ്യൂസ് ലെങ്ത് എപ്പോഴും എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. പാരലൽ ആയിട്ടുള്ള ലെങ്തിനാണ് നമ്മൾ ലോക്കസ് ലൈനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞ കേസിൽ നമുക്ക് ലോക്കസ് ലൈൻ ആയിരുന്നു കിട്ടിയിരുന്നത്, ഇവിടെ നമുക്ക് റെഡ്യൂസ് ലെങ്ത് അറിയാം. സോ ഇവിടെ നോക്കാം, ഞാൻ ആദ്യത്തെ റെഡ്യൂസ് ലെങ്ത് എടുക്കും. ഫ്രണ്ട് വ്യൂവിന്റെ റെഡ്യൂസ് ലെങ്ത് എത്രയാണെന്ന് നമുക്കറിയാം, എത്രയാണ് 50 ആണെന്ന് അറിയാം. സോ അങ്ങനെയാണെങ്കിൽ A ഡാഷ് ചെയ്യുന്നത് ഞാൻ 50 mm ലെങ്ത്തിൽ ഒരു ലൈൻ പ്ലോട്ട് ചെയ്തു. ഓക്കെ, സോ ഇതിന് ഞാൻ B ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. ഇതെന്റെ ഫസ്റ്റ് അസംഷൻ ആണ്. സോ ഞാൻ അതിന് B1 ഡാഷ് എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുക, ഈ ഒരു ലൈൻ, അതായത് ഈ ഒരു പാരലൽ ലൈൻ നമുക്ക് കിട്ടാറ് A എന്നുള്ള ഇൻക്ലൈൻഡ് ട്രൂ ലെങ്തിന് പ്രൊജക്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ, സോ ഞാൻ നേരെ ഓപ്പോസിറ്റ് ചെയ്തു, അതായത് ഇവിടെ നിന്ന് ഒരു പ്രൊജക്ഷൻ ലൈൻ വരച്ചു. ട്രൂ ലെങ്ത് എനിക്കറിയാം 75 ആണെന്ന്. സോ Aന്ന് 75 ഞാൻ ഇവിടെ കട്ട് ചെയ്തു. ഓക്കെ, ട്രൂ ലെങ്ത് 75 mm കട്ട് ചെയ്തു. ഈ ഒരു ലെങ്ത് PL ആണ്, പ്ലാൻ ലെങ്ത് ഈക്വൽ ടു EL ആണ്, EL 50 mm. ദെൻ
അടിയിലേക്ക് പ്രൊജക്ട് ചെയ്തു, കട്ട് ചെയ്തു, ഇതിനെ നമ്മൾ B1 എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് എനിക്ക് അറിയാവുന്ന കാര്യം പ്ലാൻ ലെങ്ത് 60 ആണെന്ന് അറിയാം. ഓക്കെ, സോ അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം എന്ന് എനിക്കൊരു പാരലൽ ലൈൻ 60 mm കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, 60 mm ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഇതിന് ഞാൻ B2 രണ്ടാമത്തെ ആയതുകൊണ്ട് B2 എന്ന് മാർക്ക് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഞാൻ അതിനെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്തു. ഈ ഒരു പോയിന്റിൽ നിന്ന് 75 mm കട്ട് ചെയ്തു. ഓക്കെ, B2 ഡാഷ് മാർക്ക് ചെയ്തു. ഈ ലെങ്ത് PL equal to 60. ഓക്കെ, രണ്ട് അസംഷൻസ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തത്. ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ റെഡ്യൂസ് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. സോ റെഡ്യൂസ് ലെങ്ത് നമുക്ക് അറിയാം പാരലൽ ആയിരിക്കും. സോ ഫ്രണ്ട് വ്യൂന്റെ റെഡ്യൂസ് ലെങ്ത് പാരലൽ ആയിട്ട് വരച്ചു, അടിയിലേക്ക് പ്രൊജക്ട് ചെയ്തു, ട്രൂ ലെങ്ത് വെച്ച് കട്ട് ചെയ്തു. ദെൻ ടോപ്പ് വ്യൂന്റെ റെഡ്യൂസ് ലെങ്ത് 60 ആണ്. ആ 60 നമ്മൾ ഇവിടെ പാരലൽ ആയിട്ട് വരച്ചു. ദെൻ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്തു, ഇവിടുന്ന് ട്രൂ ലെങ്ത് കട്ട് ചെയ്തു, 75 കട്ട് ചെയ്തു, B2 ഡാഷ് മാർക്ക് ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം രണ്ട് ട്രൂ ലെങ്ത്തിന്റെ പോയിന്റ്സ് നമ്മൾ ഐഡന്റിഫൈ ആയി, രണ്ട് റെഡ്യൂസ് ലെങ്ത്തുകളും നമുക്ക് കിട്ടി. സോ നെക്സ്റ്റ് എന്ത് ചെയ്യാം, റെഡ്യൂസ് ലെങ്ത്തിന്റെ ട്രൂ ലെങ്ത്തിന്റെ പോയിന്റിൽ കൂടെ ലോക്കസ് ലൈൻ പ്ലോട്ട് ചെയ്യുക. ഫ്രണ്ട് വ്യൂന്റെ ലോക്കസ് ലൈൻ ആയതുകൊണ്ട് H ഡാഷും ടോപ്പ് വ്യൂന്റെ ലോക്കസ് ലൈൻ ആയതുകൊണ്ട് VV നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ദെൻ രണ്ട് റെഡ്യൂസ് ലെങ്ത്തുകളെ റൊട്ടേറ്റ് ചെയ്യുക, B ഡാഷ്. സോ ഇതെന്തായിരിക്കും, 50 ആയിരിക്കും. EL B PL ജോയിൻ ചെയ്യും. ഓക്കെ, ദെൻ മാർക്ക് ചെയ്യുക, ഡയമെൻഷൻ മാർക്ക് ചെയ്യാനായിട്ട് ട്രൂ ലെങ്ത് ഈക്വൽ ടു 75. ഓക്കെ, ഇതില് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇങ്ങനെയാണ് നമ്മുടെ ഒബ്ലീക്ക് ലൈനിന്റെ പാരലൽ ലൈൻ മെത്തേഡിൽ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ഓക്കെ, അതായത് രണ്ട് അസംഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റാസ് എന്ത് വേണമെങ്കിൽ തന്നോട്ടെ. സോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒന്ന് ലോക്കസ് ലൈൻസ് ഐഡന്റിഫൈ ചെയ്യണം, രണ്ട് ഈ റെഡ്യൂസ് ലെങ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഡാറ്റാസ് നമുക്ക് എന്ത് തന്നിട്ടുണ്ടായിരിക്കും, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ലോക്കസ് ലൈൻ വരയ്ക്കാനുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും തന്നിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡ്യൂസ് ലെങ്ത് ആയിരിക്കും തന്നിരിക്കുക. എന്താണ് തന്നിരിക്കുന്നത് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇനി നോക്കാം, നമുക്കറിയാം ഇൻക്ലൈൻ ടു HP ഡിനോട്ട് ചെയ്യാൻ നമുക്കറിയാം തീറ്റ ആണ്. ഇൻക്ലൈൻ ടു HP, ഇൻക്ലൈൻ ടു VP ആണെങ്കിൽ നമുക്കറിയാം അതെന്തായിരിക്കും, ഫൈ ആയിരിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം ഈ ലൈനിന്റെ ട്രൂ ലെങ്ത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ, ട്രൂ ലെങ്ത് XY ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഫൈ. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മുടെ റെഡ്യൂസ് ലെങ്ത്തും ഉണ്ടായിരിക്കും, അതായത് A ഡാഷ് B ഡാഷും ABയും മേക്ക് ചെയ്യുന്ന രണ്ട് ആംഗിൾസ് ഉണ്ടായിരിക്കും, ഈ വലിയ രണ്ട് ആംഗിൾസ്. ആ രണ്ട് ആംഗിൾസിൽ HP നെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ, ഇതിന് മേക്ക് ചെയ്യുന്ന VP നെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ബീറ്റ. ഓക്കെ, സോ നമുക്ക് 4 ആംഗിൾസ് ആണ് വരിക. ഒന്ന് തീറ്റ, തീറ്റ ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് HP, ഫൈ ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് VP. ഓക്കെ, ദെൻ ആൽഫ apparent inclination with HP and beta apparent inclination with VP. ഓക്കെ, 4 ഇൻക്ലിനേഷൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ആദ്യത്തെ രണ്ടെണ്ണം ട്രൂ ഇൻക്ലിനേഷൻ ആണ്, അതാണ് ഞാൻ T വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ അപ്പാരന്റ് ഇൻക്ലിനേഷൻ ആണ്. അപ്പാരന്റ് ഇൻക്ലിനേഷൻ വെച്ച് കഴിഞ്ഞാൽ ഈ ലാർജർ ഇൻക്ലിനേഷൻ, അതായത് നമുക്ക് ഒറിജിനൽ വ്യൂസും XY ലൈനും ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ അപ്പാരന്റ് ഇൻക്ലിനേഷൻ എന്ന് വിളിക്കുക. സോ തീറ്റ എന്ന് പറയുന്നത് HP ആയിട്ടുള്ള ട്രൂ ഇൻക്ലിനേഷൻ ആയിരിക്കും, ഫൈ എന്ന് പറയുന്നത് VP ആയിട്ടുള്ള ട്രൂ ഇൻക്ലിനേഷൻ ആയിരിക്കും, ആൽഫ എന്ന് പറയുന്നത് അപ്പാരന്റ് ഇൻക്ലിനേഷൻ വിത്ത് HP ആയിരിക്കും, ബീറ്റ അപ്പാരന്റ് ഇൻക്ലിനേഷൻ വിത്ത് VP. ഓക്കെ, ഇത്രയും കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, അതായത് ഇതിലെ അപ്പാരന്റ് ഇൻക്ലിനേഷനോ ട്രൂ ഇൻക്ലിനേഷനോ കാണാനായിട്ട് ചോദിക്കാം. സോ നമ്മൾ ഇവിടെ നിങ്ങൾ വരച്ചതിൽ നിങ്ങൾ ജസ്റ്റ് അതിന്റെ നൊട്ടേഷൻ മാർക്ക് ചെയ്തിടുക. അതിനുശേഷം അത് മെഷർ ചെയ്തിട്ട് ഫിഗറിന്റെ റൈറ്റ് സൈഡിലെ കോർണറിൽ ആൻസർ തീറ്റ ഈക്വൽ ടു ഫൈ ഈക്വൽ ടു ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയത് അത് ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ 4 ആംഗിൾസ് ആണ് വരിക, രണ്ടെണ്ണം ട്രൂ ഇൻക്ലിനേഷനും രണ്ടെണ്ണം അപ്പാരന്റ് ഇൻക്ലിനേഷനും. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് പാരലൽ ലൈൻ മെത്തേഡിൽ പറയാനുള്ളത്. ഓക്കെ ഗൈസ്, താങ്ക് യു.